ഈ ബിഗ് ബോസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നപ്പോഴാണ് ആദില നൂറ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, ലെസ്ബിയൻ കപ്പിൾസ്. അപ്പൊ ആ സമയത്ത് ആളുകൾ ചോദിച്ചു, നമ്മൾ നോർമലി മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ ഇവർക്ക് സെക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടാബും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സമൂഹത്തിൽ ഇപ്പോഴും ഒരു വിഭാഗം ആളുകൾ ഇത് തെറ്റാണ്, അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഈ ലെസ്ബിയൻ കപ്പിൾസിനെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. സോ ഈ ഒരു LGBT കമ്മ്യൂണിറ്റിയിലെ സെക്സ് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ അവർക്ക് ഇതിന്റെ കുറെ ദോഷങ്ങളുണ്ട്. കാരണം അവര് സെക്സ് ചെയ്യുന്ന രീതികളിൽ ചില വ്യത്യസ്തമായ രീതികളിലായിരിക്കും അവർ സെക്സ് ചെയ്യണത്. പ്രത്യേകിച്ചും ആ ഒരു സെക്സ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ഡിസീസുകൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്, എസ്പെഷ്യലി മെയില്. അപ്പോൾ ഹ്യൂമൻ പാപ്പിലോ വൈറസ്, HIV വൈറസ്, ഹെപ്പറ്റൈറ്റിസ് B, C ഇതൊക്കെ വരാനുള്ള, കാരണം വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഈ രീതിയിലുള്ള സെക്സ് ചെയ്ത അതിന് ചാൻസ് കൂടുതലാണ്. പിന്നെ ഇങ്ങനെ സെക്സ് ചെയ്യുന്നവർക്ക് നമ്മുടെ അടുത്ത കൺസൾട്ടേഷൻ വന്നിട്ടുള്ളത് ഡിപ്രഷൻ, കുറ്റബോധം, ഇതൊക്കെ വളരെ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ നിന്നുള്ള അവഗണന, പിന്നെ ഇവർക്ക് തന്നെ കുറ്റബോധം തോന്നുന്നു, ഞങ്ങൾ ചെയ്യുന്നതിലുള്ള ഒരു കുറ്റബോധം. എപ്പോഴും നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ സെക്സ് ചെയ്യണമെന്നുള്ളത്. കാരണം മിക്കവാറും ഒരു ഓറൽ അല്ലെങ്കിൽ ഏനൽ സെക്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര റിസ്ക് തന്നെയാണ്. റീസെൻ്റ് ആയിട്ടൊരു ഡിവോഴ്സ് കേസിൻ്റെ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ, കല്യാണം കഴിച്ചു 1 വീക്ക് ഒരു പെൺകുട്ടിയായിട്ട് ഒരുമിച്ച്, ഒരു വീക്കിൽ അവർ അതിനോട് ഡിവോഴ്സായി. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ പെൺകുട്ടി പറഞ്ഞു ഞാൻ ലെസ്ബിയനാണ്. എന്നിട്ട് ഈ പെൺകുട്ടി പറഞ്ഞ ഒരു സജഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പാർട്ട്ണർ കൂടി കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നോർമൽ ലൈഫ് കൊണ്ടുപോവാം. എനിക്ക് അതേ, അപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുന്നു, പക്ഷെ എൻ്റെ കൂടെ എൻ്റെ ആ പാർട്ട്ണറും വേണം. ഇങ്ങനൊരു സജഷനാണ് അവർ മുമ്പോട്ട് വച്ചത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ആളുകൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ലെസ്ബിയന് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. അതുപോലെ ഒരു ഗെയ്ക്ക് എപ്പോഴും അതേപോലെ തന്നെ കുറച്ച് പേരുണ്ട്, ഞാൻ പറഞ്ഞു ബൈസെക്ഷൽ, അവർ 2 കൂട്ടരെയും ഒരേപോലെ സെക്സ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു വിഭാഗം കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട്.